ഞാൻ സമ്മറിൻ ബത്തലേമിൻ്റെ തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലൊന്നായിരിക്കും. അത് ചിലപ്പോൾ സീക്വൽ ലാലിനൊന്ന് അപ്രോച്ച് ചെയ്യാം. ഒരു ഗസ്റ്റ് റോളിനാണ് വിളിക്കുന്നത്. പുള്ളി അങ്ങനെ ഒരു ഗസ്റ്റ് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളി സ്നേഹം കൊണ്ട് മാത്രം വരുന്ന ഒരു സംഭവം. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. നിങ്ങൾക്ക് സിനിമയാണ് ആവശ്യം, പലതുമാണ് ആവശ്യമെങ്കിൽ ആ സിനിമയിൽ കൊണ്ടുപോയി പൈസ കളയണ്ട, അതിന് കൊണ്ടുപോയി പൈസ പുറത്ത് കളയും എന്ന് പറയുന്ന ഒരാളായിരുന്നു ആനി. എനിക്ക് എൻ്റെ ഫാമിലിയാണ്. പക്ഷെ ആ സമയത്തും എന്നെ പോലുള്ള ഒരാൾ വിളിച്ചിട്ട് അമ്പിളിച്ചേട്ടാ 2 ദിവസം ഇവിടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കും. അത് വേറൊരു ലൊക്കേഷനിൽ പാതിരാത്രി 2 മണിക്ക് കാറിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് കാലത്ത് വന്നു കഴിഞ്ഞാൽ ഷോർട്ടിൽ റെഡിയാണ്. ഹൈലി ടാലന്റഡ് ഒരു മനുഷ്യൻ. സമ്മറിൻ ബത്തലേം മൂവി എടുത്തിട്ടുണ്ടെങ്കിൽ സർ, അതിൽ കോമ്പിനേഷൻ ജയറാമേട്ടനുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്. ഈ സുരേഷ് ഏട്ടൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ സുരേഷ് ഏട്ടൻ ഒരു പോലീസ് റോള് ചെയ്തിട്ട് ഇതിൽ ചെയ്തിരിക്കുന്ന റോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളല്ലേ. അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നത്? ഞാൻ മറുവത്തൂർ കനവെന്ന് ഞാൻ പറഞ്ഞില്ല. മറുവത്തൂർ കനവിന്റെ ഫൈനൽ സ്റ്റേജിൽ ഈ രഞ്ജിത്താണ് എൻ്റെ കൂടെ ഉള്ളത്. രഞ്ജിത്ത് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ എൻ്റെ നല്ല സുഹൃത്ത് എന്നുള്ള നിലയിലും എൻ്റെ ഗൈഡ് ചെയ്യാനും ഈ പറഞ്ഞമാര് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ പുള്ളിയുടെ എപ്പോഴും ഒരു ഫയലുണ്ടാവും കയ്യിൽ. ഞാൻ ചോദിച്ചു എന്താ രഞ്ജി, എന്താ ഈ ഫയലെന്താ? അതൊരു 1 ലൈനാണ്. സിബി സാറ് ചെയ്യാൻ പോകുന്ന ഒരു തമിഴ് പടത്തിൻ്റെ 1 ലൈനാണ്. പക്ഷേ ഇതുവരെ ഒന്നും കൺഫേംഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളി ഇടയ്ക്ക് റീ റെക്കോർഡിങ് കഴിഞ്ഞു. അവിടെ ഫസ്റ്റ് കോപ്പി ലെവലിലാവുന്നു. രഞ്ജിത്ത് ഫ്രീ ആണ്. അപ്പോൾ ഇടയ്ക്ക് രഞ്ജിത്ത് CBI ആയിട്ടുള്ള മീറ്റിംഗ് എന്നും പറഞ്ഞ് പോകും. അപ്പോൾ ഞങ്ങൾ മറ്റേ നുങ്കമ്പകത്തുള്ള ഒരു വീട്ടിലാണ് എൻ്റെ ഓഫീസും റെസിഡൻസ്. അപ്പോൾ അവിടെ പുള്ളി കിടക്കാൻ അവിടെ വരും. അപ്പോൾ ഒരു ദിവസം ഈവനിങ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴേ ഞാൻ ചോദിച്ചു രഞ്ജീൻ്റെ അടുത്ത്, രഞ്ജി എന്താ നിങ്ങൾ കുറേ ആളായല്ല അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നത്, എന്താ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. രഞ്ജിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നറേറ്റ് ചെയ്തു ആ സബ്ജക്റ്റ്. നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാരക്ടേഴ്സൊക്കെ മാത്രമേ ഉള്ളൂ, അല്ല ഇന്ന ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലില്ല. എനിക്ക് തോന്നുന്നു അന്ന് മഞ്ജു മാത്രം ഉണ്ട് അതിൽ, ബാക്കിയെല്ലാം തമിഴ് ക്യാരക്ടർ. അപ്പോൾ ഈ സബ്ജക്റ്റ് നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രഞ്ജിനോട് ഞാൻ പറഞ്ഞു, രഞ്ജി ഇത് തമിഴിൽ വർക്കൗട്ട് ആവില്ലെങ്കിൽ, നിങ്ങൾ ഷൂട്ടിങ് തുടങ്ങണില്ലെങ്കിൽ മലയാളം വെർഷൻ ഞാൻ എടുക്കാമെന്ന് സിബിനോട് പറഞ്ഞേക്കും. സിബിനോട് എനിക്കൊരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പടം ചെയ്യാറ്. അങ്ങനെ വന്ന് പഠിക്കുകയാണ് ചെയ്തത് സമ്മറിൻ ബത്തലേം എന്ന് പറഞ്ഞ പടം. അതിനു മുമ്പ് കമ്പോസ് ചെയ്തതാണ്. ആ തമിഴ് പടത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത 1-2 പാട്ടുകളുണ്ടായിരുന്നു. ബാക്കി മുഴുവനും കമ്പോസിങ് എൻ്റെ ലീഡർഷിപ്പിലും ഞാനും എല്ലാവരും കൂടി ഇരുന്നുണ്ടാക്കിയ സോങ്സ് ആണ്. അല്ല, സുരേഷ് വരാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് മലയാളത്തിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഈ കോമ്പിനേഷൻസ് വർക്ക് ചെയ്യണം. അപ്പോൾ കോമ്പിനേഷൻ വർക്ക് ചെയ്യാനായിട്ട് ജയറാം വേണം ആദ്യം, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മണി ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ നേരത്തെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മണി എൻ്റെ നല്ല സുഹൃത്താണ്. സെയിം ടൈം സുരേഷിനെ കൊണ്ട് ഈ പടം ആ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം. അപ്പോൾ സുരേഷിനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ സുരേഷിനെ വിളിച്ച് പറയുന്നു, സുരേഷ് ഒന്ന് ചെന്നൈയിലേക്ക് വരും. അങ്ങനെ ചെന്നൈയിലേക്ക് വന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് നറേറ്റ് ചെയ്തു രഞ്ജിത്തും. രഞ്ജിത്ത് സ്ക്രിപ്റ്റ് രഞ്ജിത്ത്, നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ രഞ്ജിത്ത്. അന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് നറേറ്റ് ചെയ്ത പുള്ളി കൊണ്ട് ഞാൻ ചെയ്യാൻ ക്യാരക്ടർ. അങ്ങനെ ഇതെല്ലാം ഒത്തുചേരലായിരുന്നു അവിടെ. ആ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 10 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. മറുവത്തൂരിൻ്റെ റിലീസിനോടനുബന്ധിച്ച് ഷൂട്ടിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിലീസ് നടക്കുന്നത്. അങ്ങനെ ഒരു ഒത്തുചേരലായിരുന്നു അത്. എല്ലാ ഘടകങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. വലിയൊരു ഫാമിലി ഷൂട്ടായിരുന്നു അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെൺകുട്ടികളും അവരുടെ പാരൻസും അവരുടെ അനിയത്തിമാരും അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു വലിയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, ഇവിടെ എൻ്റെ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലൊക്കെ, സിബിയുടെ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും ബിബിൻ്റെ വൈഫാണ്, എല്ലാവരും അവിടെ ജോയിൻ ചെയ്തു. ഒരു വെക്കേഷൻ ടൈമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഈച്ച് ആൻഡ് എവറി ഡേ. പിന്നെ മണി അറിയാമല്ലോ, കലാപവും മണിയും ജയറാമും കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രീ ടൈംസ് മുഴുവനും അങ്ങനെയുള്ള ഹ്യൂമറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. സിനിമ മാത്രമല്ല, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാ കാര്യങ്ങളും. ഞാൻ സമ്മറിൻ ബത്തലേമിൻ്റെ തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലൊന്നായിരിക്കും. ഞാൻ ഇപ്പോഴും അതിൻ്റെ സെർച്ചിങ്ങിലാണ്. അത് ചിലപ്പോൾ അത് സീക്വലല്ല, ഒരിക്കലും അതിൻ്റെ സീക്വലല്ല വരാൻ പോകുന്നത്. പക്ഷേ അതേ പാറ്റേണിലുള്ള യങ്സ്റ്റേഴ്സിനെ വെച്ചുള്ള ഒരു കഥയായിരിക്കും. അതിനൊരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്.
ഞാനത് സിബി ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിബി ആയിരിക്കാം ഡയറക്ടർ, അല്ലെങ്കിൽ ബിക്കോസ് സബ്ജക്ട് ബിലോങ്സ് ടു മീ. അത് കാരണം സോങ്സിന് ഇമ്പോർട്ടൻസും കൊടുത്തോണ്ടും ഈ പറഞ്ഞ മാതിരി പ്രേമം എന്ന് പറയുന്ന ഇതിന് ശക്തി കൊടുത്തുകൊണ്ടും ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും അത്. ഡെഫിനറ്റായിട്ടും അതുകൊണ്ട് സംഭവിക്കും. 2023-ലോ 2024 ആദ്യത്തിലോ സംഭവിക്കും. അതിൻ്റെ ഒരു പാറ്റേൺ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് മനസ്സിലുണ്ട്. സർ, സമ്മറിൻ ബദ്ലേഹം മൂവിയിലെ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടല്ലോ ലാലേട്ടൻ. അതിൽ ഏറ്റവും വലിയ ഫൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ അറിയാലോ, നല്ല ഫ്രണ്ട്ഷിപ്പിലിരിക്കുന്ന സമയം. പക്ഷേ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. നിരഞ്ജൻ നല്ല കഥാപാത്രം, ആരെ വെക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ രഞ്ജിത്തിനും ഇല്ല, സ്ക്രിപ്റ്റ് രഞ്ജിത്തിനും, അതേമാതിരി തന്നെ സിബിക്കും ഇല്ല, എനിക്കും ഇല്ല. നമ്മുടെ കൂടെ സഹപ്രവർത്തകനായിട്ട് നിൽക്കുന്ന എം രഞ്ജിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനും ഇല്ല. ആരാണ് ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്? ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അത് ഇന്നാൾ ചെയ്താൽ ശരി, തമിഴിൽ നിന്ന് ഇന്നാൾ ചെയ്താൽ ശരിയാവുമോ, മറ്റേ ചെയ്താൽ ശരിയാവും. എന്നാലും ഷൂട്ടിങ് കഴിഞ്ഞു, എല്ലാ സോങ്സും എടുത്തു കഴിഞ്ഞു, എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് സിബി പറയുന്നു, അതായത് പുള്ളി ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പോകുന്ന ഒരു സമയമുണ്ട്, കോട്ടക്കൽ ആയുർവേദശാല കോയമ്പത്തൂർ, ലാല്. അപ്പം നമുക്ക് ലാലിനൊന്ന് അപ്രോച്ച് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം രഞ്ജിത്ത് പറഞ്ഞു ബെസ്റ്റായിരിക്കും. വേറൊന്നുമല്ല, ഗസ്റ്റ് റോൾ ചെയ്യുവാന്ന് നമുക്കറിയില്ല, പക്ഷേ ലുക്സ് വൈസ്, ബിക്കോസ് ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലായത് കൊണ്ടിട്ട് താടി കൊണ്ട് മുടിയൊക്കെ ലെങ്തിയായിട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി, നമ്മളൊരു പ്രൊഡ്യൂസറായിട്ട് അവിടെ പോയി സംസാരിക്കണേം കാട്ടിയല്ലേ, നിങ്ങളൊരു ഫ്രണ്ട്ലി വിസിറ്റ് ഒന്ന് അവിടെ നടത്തിയിട്ട് ആദ്യം ഒന്ന് സജസ്റ്റ് ചെയ്ത് നോക്കൂ. അങ്ങനെയാണ് ഞാൻ ചാടി വരാമെന്ന് തോന്നുന്നു. സൈക്കോളജിക്കൽ മൂവല്ല, പുള്ളിയുടെ അടുത്തുള്ള റെസ്പെക്റ്റും അതേമാതിരി തന്നെ ആ ഒരു ഇത് കളയരുതേ, ഫ്രണ്ട്ഷിപ്പ് കളയരുതേ. ഒരു ഗസ്റ്റ് റോളിനാണ് വിളിക്കുന്നത്. പുള്ളി അങ്ങനെ ഒരു ഗസ്റ്റ് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളിക്ക്. സ്നേഹം കൊണ്ട് മാത്രം വരുന്ന ഒരു സംഭവം. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടെ പോയി അപ്പോൾ നാച്ചുറലി ഇവരോട് ലാലങ്ങനെയാണ്. ലാലിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണെങ്കിലും ഇന്ന് പോകണ്ട, ഇവിടെ നിൽക്കും, കൂടെ നിൽക്കും, നമുക്ക് ലാത്തി അടിക്കാം. അങ്ങനെ ഒരു ലവബിൾ ഒരു നേച്ചറുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഇപ്പോൾ സബ്ജക്റ്റ്, ഏത് പടം, ഫോക്കസിന് സിയായിക്കാൻ്റെ പടം. ശരി എന്താണ് സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സബ്ജക്റ്റൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ്, അതേ ഇതിലിങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, മറ്റേ നിരഞ്ജൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്നതാണ്, നിങ്ങളുടെ ഈ ഇതിൽ ഫിസിക്കലി അപ്പിയറൻസിൽ ഇറ്റ്സ് ആപ്റ്റാണ്, ഒന്ന് എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ, അതാണ് പുള്ളിയുടെ ടാലന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി പുള്ളിയുടെ ഒരു വേഴ്സറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിൻ്റെ ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിൽ അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദി അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു സീൻ എന്നെ ഉദ്ദേശിച്ചിട്ട് വൺ ഓഫ് ദി അല്ല, പുള്ളി പല പടങ്ങളും അതിലും കവരതകളുമാണെങ്കിലും മറ്റുള്ള എല്ലാ ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ്. അതെ, ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ല ഫസ്റ്റ് റിലീസ് ടൈമിലൊന്നും തന്നെ ലാലുണ്ടെന്നുള്ള ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഒരു മറുപത്തിർക്കണവ് മൂവിയില് മമ്മൂക്ക ചെയ്ത അതിലൊരു റോള് അത് ഇതുപോലെ തന്നെയല്ലേ, അതായത് യൂഷ്വൽ ചെയ്യുന്ന റോളുകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചട്ടമ്പി. മറുപത്ത് കനവ് എന്ന് വെച്ച് കഴിഞ്ഞാല്, മറുപത്ത് കനവ് ഫസ്റ്റ് എൻ്റെ അടുത്ത് ഇത് പറയുന്നത് ശ്രീനിവാസനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ശ്രീനിവാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിന് ഇത് ആവശ്യമില്ല, അപ്പം ഇതിനൊരു ഫ്രീ സംഭവമൊന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്ലാൻ ചെയ്യണം, എന്താണ് ശ്രീനി എന്ന് പറഞ്ഞു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീനി പറയുന്നത്. ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, പുള്ളിയുടെ ഫസ്റ്റ് പിക്ചറാണ്. പുള്ളി ഇന്ത്യൻ ആൾക്കാരുടെ അസോസിയേറ്റ് ആയിരുന്നു. ശ്രീനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, വിൽ ബി എ ഗുഡ് ഡയറക്ടർ. പുള്ളി പാറ്റേൺ ചെയ്തൊരു സിനിമയുണ്ട്, അത് നടന്നില്ല. അത് നേരത്തെ പാറ്റേൺ ചെയ്ത് അത് മമ്മൂട്ടിയിലേക്ക് എത്താൻ പറ്റിയില്ല. അത് അങ്ങനെ ഒരു ഇതിലാണ്, അത് വേറൊരാളായിരുന്നു പ്രൊഡ്യൂസർ. പക്ഷെ എന്തോ അതിൻ്റെ ഇത് ഫ്രൂട്ട്ഫുൾ ആയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ടേക്ക് ഓവർ ചെയ്യാവോ? ഞാൻ അങ്ങനെ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നി. ശ്രീനിയാണ് നറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ലാൽ ജോസിനെ വിളിച്ചു വരുത്തി. ഞാൻ നേരെ മമ്മൂട്ടിയുടെ അടുത്ത് കയറ്റുന്നു. മമ്മൂട്ടി തന്നിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റാണ്,
ശ്രീനിയാണ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഈ സമയത്ത് ഫ്രീ ആണോ എന്ന് ചോദിക്കുകയും പുള്ളി ഫ്രീ ആണ് എന്ന് പറയുകയും അങ്ങനെയാണ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഫുൾ കംപ്ലീഷൻ ഉണ്ടാവുന്നത്. ആ കംപ്ലീഷൻ ഉണ്ടായിട്ടാണ് മറുവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുന്നത്. അതിലും ഇതേമാതിരി തന്നെ സോങ്സ് എന്ന് പറയുന്ന ഒരു കാര്യവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ റഫ് ക്യാരക്ടറാണ് അതിൻ്റെ ഒരു പാശ്ചാത്തലം എങ്കിലും സോങ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. വിദ്യാസാഗറായിരുന്നു മ്യൂസിക്. അപ്പം ഇങ്ങനെ അങ്ങനെ ഒത്തുവന്ന ഒരു സിനിമയാണത്. അതിലും ശ്രീനേട്ടന്റെ റോൾ ഇതുപോലെ തന്നെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു റോളല്ലേ അല്ലേ? അതെ, നെടുമുടി വേണുചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട്. അതെ അതെ. ഇനി ഫാമിലിനെ കുറിച്ച് ഏറ്റവും സപ്പോർട്ട് വീട്ടിൽ പറയുന്ന പോലെ അല്ലേ, വൈഫിന്റെ അടുത്താണ് സ്ക്രിപ്റ്റ് ഒക്കെ പറയുന്നത്? ഞാനും വൈഫും കൂടെ ഇരിക്കുന്ന സമയത്താണ് സംരംഭത്തിലെ എന്റെ കഥ ഞാൻ പുള്ളിക്കാരത്തിൽ പറയുന്നത്. ഫണ്ണിയസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് സോണിയ എന്നാണ് പേര്. ഇവളുടെ ഫാദർ ഒരു ഫിലിം പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു പ്രൊഡ്യൂസറോ സിനിമക്കാരനെ കെട്ടരുത് എന്നുള്ളതായിരുന്നു ഇവളുടെ ആഗ്രഹം. പുള്ളി എടുത്ത സിനിമയാണ് ഇരുട്ടിന്റെ ആത്മാവ്, നാഷണൽ അവാർഡ്. അപ്പൊ ഇരുട്ടിന്റെ ആത്മാവിന്റെ പ്രൊഡ്യൂസറാണ്. പിന്നെ അതിനുശേഷം 5 സുന്ദരികൾ കുറെ പടങ്ങൾ എടുത്തു, നല്ല പടങ്ങൾ കുറെ എടുത്തു. പുള്ളി MTയുടെ ഒക്കെ സ്വന്തം ആളാണ്. അങ്ങനെ കല്യാണം ആലോചിക്കുന്നു. അപ്പൊ ഞാൻ സിനിമാ തിയേറ്ററുണ്ട് എന്നൊക്കെ അറിയാം. എന്റെ ഫസ്റ്റ് കുട്ടിയുടെ ഡെലിവറിക്ക് പുള്ളി കാര്യത്തിൽ പോയ സമയത്താണ് കൂടും തേടി സംഭവിക്കുന്നത്. കൂടും തേടി എന്ന് പറഞ്ഞ സിനിമ ഞാൻ പ്രൊഡ്യൂസറെ കെട്ടരുത്. അപ്പം കൂടും തേടിയുടെ സോങ് റെക്കോർഡിങ് ടൈമിലാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ കുട്ടീനെ കിട്ടിയ സന്തോഷം കൊണ്ടിട്ട് പുള്ളിക്കാർക്ക് അത് എടുത്തില്ല, അത് മറന്നുപോയി. പക്ഷെ ഇപ്പോഴും പലപ്പോഴും പറയുന്നത് എന്ത് ഞാൻ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള പരാതി എപ്പോഴും ഉണ്ടാവുമല്ലോ. ദോഷങ്ങൾ വന്നിട്ടുണ്ടല്ലോ. നാച്ചുറലി നമുക്കൊരു ഡൗൺഫോൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് വീട്ടിൽ റിഫ്ലക്ട് ചെയ്യുമല്ലോ. പക്ഷെ ഷീ സപ്പോർട്ട്സ്, അതാണ് അതിന്റെ ഫാക്ട്. നമ്മുടെ ഒരു ഗുഡ് വില്ല് അതേമാതിരി നമ്മൾ കീപ്പപ്പ് ചെയ്തൊരു ഫാമിലി വിട്ടുള്ള ഒരു ജീവിതം ഇല്ല. സിനിമയുടെ എല്ലാ ഗ്ലാമറസ് വശങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലിയാണ് വരുന്നത് എന്നുള്ള ജീവിതം. അത് പണ്ട് എൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയതാണത്. അത് നാച്ചുറലി ഞാൻ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഷമ്മുവണ്ണൻ എന്ന് പറഞ്ഞ ആള് എനിക്ക് തന്ന ഉപദേശം, സിനിമയിൽ പലതും കാണും, നിങ്ങൾക്ക് സിനിമയാണ് ആവശ്യം, പലതുമാണ് ആവശ്യമെങ്കിൽ ആ സിനിമയിൽ കൊണ്ടുപോയി പൈസ കളയണ്ട, അതിന് കൊണ്ടുപോയി പൈസ പുറത്ത് കളയും എന്ന് പറയുന്ന ഒരാളായിരുന്നു ആര്യ. അങ്ങേരുടെ ആ ഉപദേശം ഞാൻ ഇതുവരെ സ്വീകരിച്ചു. അതുകൊണ്ട് എനിക്കൊരു ഫാമിലി ഉണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നു, പ്രശ്നങ്ങളില്ല. സാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് അല്ലെ നമ്മുടെ സിനിമയിൽ വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന കുറെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഇല്ല. അപ്പൊ സാറിന്റെ കാലഘട്ടത്തിൽ ആ ഒരു ടൈമില് തീർച്ചയായിട്ടും എനിക്ക് വളരെ നഷ്ടങ്ങളാണ് സിനിമ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ. ഒന്ന് എൻ്റെ ലളിത ചേച്ചി, ഞാൻ എൻ്റെന്നേ ഞാൻ പറയുള്ളൂ. എന്റെ ഫേവറേറ്റ് ആയിരുന്നു. എന്റെ ലളിത ചേച്ചി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് അതേമാതിരി ആയിരുന്നു എൻ്റെ സിനിമകളിലെ പുള്ളിക്കാരത്തിയുടെ ഒരു ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറുമായിട്ടുള്ള ബന്ധങ്ങളല്ലായിരുന്നു. പിന്നെ സുകുമാരി ചേച്ചി, ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മീശയില്ല വാസു എന്ന് ഞങ്ങൾ മലകൾക്കാവടിയിൽ വിളിക്കുന്ന ഭരതൻ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് കഴിഞ്ഞാല് ലൈക്ക് എത്ര തിരക്ക്, അവരൊക്കെ തിരക്കുള്ള നടന്മാരായിരുന്നു. പക്ഷെ എന്നെ ഉദ്ദേശിച്ചിട്ട്, എൻ്റെ ഡയറക്ടറിനെ ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിരിക്കും. അമ്പിളിച്ചേട്ടൻ എനിക്ക് മറക്കാനാവാത്ത ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ആ കാലഘട്ടത്തിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടുള്ള അഭിനയമായിരുന്നു, മനസ്സിലായ. പക്ഷെ ആ സമയത്തും എന്നെ പോലുള്ള ഒരാൾ വിളിച്ചിട്ട് അമ്പിളിച്ചേട്ടാ 2 ദിവസം ഇവിടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കും. അത് വേറെ ലൊക്കേഷനിൽ നിന്ന് പാതിരാത്രി 2 മണിക്ക് കാറിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് കാലത്ത് വന്നു കഴിഞ്ഞാൽ ഷോർട്ടിൽ റെഡിയാണ്. ഹൈലി ടാലന്റഡ് ഒരു മനുഷ്യൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഇങ്ങനെയുള്ള ഓരോരുത്തരും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോഴും ഈ ഇന്റർവ്യൂ അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള 2 നഷ്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പേട്ടൻ്റെയും ഭരതേട്ടൻ്റെയൊക്കെ സിനിമകൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, അവരെ കൊണ്ടൊരു പ്രോജക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതേമാതിരി തന്നെ രവീന്ദ്രൻ മാഷ്, സംഗതി രവീന്ദ്രൻ മാഷ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. നന്ദനം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ, അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പടമായിരുന്നു. അതിൻ്റെ കഥ വേറെ സമയത്ത് ഞാൻ പറയാം. പക്ഷേ അത് ഡിസ്ട്രിബ്യൂഷനിൽ കൂടിയാണെങ്കിലും ആ സിനിമ ചെയ്യുന്ന അതിൻ്റെ കമ്പോസിങ് ടൈമിൽ ഞാനുമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞേടാ നിൻ്റെ ഒരു പടം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് എന്നോട് പറയും. ആ പുള്ളി എൻ്റെ സീനിയറിറ്റി വെച്ചിട്ടാണ് എന്നേടാ എന്നുള്ള പ്രയോഗം, സ്നേഹം കൊണ്ടും. പക്ഷേ
പെട്ടെന്ന് പുള്ളി മരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും വെച്ച് ചെയ്തിട്ടുണ്ട്. ഇളയരാജ സാറ് കളിയൂഞ്ഞാൽ എന്ന് പറഞ്ഞ പടം, അതേമാതിരി തന്നെ മറ്റേ വിദ്യാസാഗർ, ജോൺസൺ, അങ്ങനെ ശ്യാം, അങ്ങനെ ഒരു പിടി ആർട്ടിസ്റ്റായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട്. പക്ഷേ ഏറ്റവും വലിയ സങ്കടവും നഷ്ടവും രവീന്ദ്ര മാഷിനെ കൊണ്ട് പടം ചെയ്യിക്കാൻ പറ്റിയില്ലല്ലോ, പാട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ സങ്കടം തന്നെയാണ്. ബിക്കോസ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസിക് സോങ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊണ്ടേക്കുന്നത്. അതേമാതിരി തന്നെ ഏറ്റവും കടപ്പാടുള്ള കുറേ റൈറ്റേഴ്സും, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രവർത്തനാണെങ്കിൽ പാരാലിറ്റിക് അറ്റാക്ക് വന്നു, എന്നിട്ട് പുള്ളിക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ പുള്ളി തിരിച്ചു വരും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കുറേ പേരെ നഷ്ടങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എന്നും ഹേർട്ടഡാണ് നമ്മുടെ ഉള്ളിൽ. നമുക്ക് ഇപ്പോൾ ജോൺസൺ മാഷൊക്കെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്പോസിങ്ങിൽ ഇപ്പോൾ പുള്ളിൻ്റെ മറ്റുള്ള പാട്ടുകൾ പാടിച്ചിട്ടാണ് എൻ്റെ കമ്പോസിങ്ങിലേക്ക് വരുന്നത്. വിദ്യാസാഗറാണെങ്കിലും. പക്ഷേ ജോൺസൺ മാഷ് ഒരു പച്ച മനുഷ്യനായിരുന്നു. വളരെ ഒരു ഇതുമില്ലാതെ, ഈഗോ ഇല്ലാതെ കാര്യങ്ങൾ ഒരു ഹാർമോണിയവുമായിട്ടിരുന്ന് കമ്പോസ് ചെയ്യുന്ന ഒരു ലെവലിൽ അവരൊക്കെ മിസ്സിങ് തന്നെയാണ്. പറയുമ്പോൾ എല്ലാരെയും പറയണമല്ലോ. എന്തായാലും വിഷമത്തോടു കൂടി ഇന്റർവ്യൂ അവസാനിപ്പിക്കണ്ട. സാറിന്റെ പുതിയ പ്രോജക്ട്സ് ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ സെക്കൻഡ് ജനറേഷന്റെ മകള് നേതൃത്വത്തിൽ നടക്കുന്ന കമ്പനിക്ക് വേണ്ടി ഇപ്പൊ അതിന്റെ കഥയുടെ സെർച്ചിങ് ആണ്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് എല്ലാം ഒക്കെ ഒരു ജാനുവരി 15 കൂടിയേ കൺഫേം ചെയ്യുള്ളൂ. അതിന്റെ കാസ്റ്റിംഗ് കാര്യങ്ങൾ. ലൂക്ക എന്ന് പറയുന്ന പടം ചെയ്ത ഡയറക്ടറായിരിക്കും അത് ചെയ്യുക. അതേമാതിരി തന്നെ ലളിതം സുന്ദരത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അതിൻ്റെ കഥ, സ്ക്രിപ്റ്റിംഗ്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടുത്ത ഒരു ഫെബ്രുവരി മാർച്ചിനോടുകൂടി സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രവീൺ എന്ന് പറയുന്ന കുറി ചെയ്ത സംവിധായകൻ്റെ ഒരു പടം, വാച്ച്മാൻ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ മെക്കാട്ടിൻ ചെയ്യുന്ന ഒരു ഹിലാരിയസ് ഹ്യൂമർ ഒരു പടം, അത് സബ്ജക്റ്റായി അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 പ്രോജക്റ്റാണ് പാസിറ്റീസ് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയുള്ളത്. സർ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും കുറേ നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. വിഷിംഗ് യു ഓൾ സക്സസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.